लार कैसे किया, बताओ बच्चे के साथ क्या किया ये पता नहीं कब से अत्याचार कर रहे हैं, ठीक भी हो गई। ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രമായ ഡൽഹിയിൽ ഈ 10 വയസ്സുകാരി കുഞ്ഞ് അതിക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങുകയായിരുന്നു. കൈകളിലും മുഖത്തും പല ശരീരഭാഗങ്ങളിലും മുറിവേറ്റ, തീപ്പൊള്ളലേറ്റ കനത്ത പാടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസം നേടി ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന തൊഴിലിലേർപ്പെടുന്ന വിദ്യാസമ്പന്നരായ മനുഷ്യ മൃഗങ്ങളുടെ ഒരു വീട്ടിലെ തടവ് ജോലിക്കാരിയായിരുന്നു ഈ പെൺകുട്ടി. കേവലം 10 വയസ്സിൽ ഒരു ചിത്രശലഭത്തെ പോലെ പാറിപ്പറന്ന് വിദ്യാഭ്യാസം ആർജിക്കേണ്ട കുട്ടിയാണ് ഡൽഹിയുടെ തെരുവിൽ തീപ്പൊള്ളലേറ്റ് മാരകമായ മർദ്ദനങ്ങളേറ്റ് നിൽക്കുന്നത്. പക്ഷേ ഇത് കണ്ടു നിൽക്കുവാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറായിരുന്നില്ല. ഈ കുഞ്ഞ് ജോലി ചെയ്തത് ഒരു പൈലറ്റിന്റെ വീട്ടിലായിരുന്നു. നാട്ടുകാർ സംഘടിച്ച് അങ്ങോട്ട് ചെന്നു. നിയമം നോക്കുകുത്തിയാവുന്നിടത്ത് നിയമം കയ്യിലെടുക്കാൻ ജനങ്ങൾ തയ്യാറാകുമെന്നുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഒരു പൈലറ്റ് ജോലി ചെയ്യാൻ വേണ്ടി എത്രത്തോളം പഠിക്കണമെന്നും എത്രത്തോളം വിദ്യാഭ്യാസം വേണമെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷേ വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് വിവേകമുണ്ടാവുക എന്നുള്ളത് പ്രായോഗികമേ അല്ല. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഉൾപ്പെടെ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയത്. ഭർത്താവ് അവരെ പിടിച്ചു സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം ആ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകളുടെ കൈക്കരുത്തിൽ ആ പെൺകുട്ടി അകപ്പെടുകയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഒരു ആൾക്കൂട്ട മർദ്ദനം കാണുമ്പോൾ സന്തോഷിക്കുന്ന ജനസമൂഹത്തെ കാണുന്നത് ഇതിനാണ്. പുരുഷന്മാർ സംഘം ചേർന്ന് ആ കുഞ്ഞിനെ ആക്രമിച്ച സ്ത്രീയുടെ ഭർത്താവിനെ കൈകാര്യം ചെയ്യുമ്പോൾ സ്ത്രീകൾ മുടിക്കുത്തിന് പിടിച്ചു തന്നെയാണ് ആ പെൺകുട്ടിയെ, അല്ല ആ താടകയെ, ആ കൊലയാളിയാവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന വക്കീലിനെ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായും ഇത്തരം മർദ്ദനങ്ങൾ നിയമത്തിനു മുന്നിൽ തെറ്റ് തന്നെയാണ്. നിയമം അവർക്ക് വേണ്ടി അനുകൂലമായി വാദിക്കുമെന്നൊക്കെ പറയും. പോലീസില്ലേ, പോലീസിന് വിട്ടുകൊടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ പോലീസിനൊക്കെ ഇത്ര സമ്പന്നരായിട്ട് ആളുകളെ, ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന, കോടികൾ മുടക്കി പഠിക്കാൻ ശേഷിയുള്ള അതിസമ്പന്നരെ എന്തു ചെയ്യുമെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവർക്കുള്ള ശിക്ഷ ഇത് തന്നെയാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ പബ്ലിക്കായി നമ്മൾ പലപ്പോഴും പറയും, ഇവിടുത്തെ ചില കുറ്റകൃത്യങ്ങളൊക്കെ കാണുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ പോലുള്ള ശിക്ഷകൾ വേണമെന്ന്, പൊതുനിരത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടണമെന്ന്. അതെ, ഇന്ത്യയിൽ അത് അനിവാര്യമാണ് എന്ന് തോന്നിപ്പോവുകയാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെ അതിക്രൂരമായി മർദ്ദിച്ച ആ സ്ത്രീയെ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ ഭർത്താവിന് സഹിക്കുന്നില്ല. സ്വന്തം ഭാര്യയെ ഇങ്ങനെ തല്ലുമ്പോൾ സഹിക്കാത്ത ഭർത്താവ് മറ്റൊരു വീട്ടിലെ കുഞ്ഞിനെ വീട്ടിലിട്ട് ആക്രമിക്കുമ്പോൾ എവിടെ നോക്കിയിരിക്കുകയായിരുന്നു ഈ ഉണ്ണാക്കൻ? ആദ്യം അവന്റെ ചെള്ളക്കുറ്റിയായിരുന്നു തല്ലിപ്പൊട്ടിക്കേണ്ടത് എന്ന് തോന്നും. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാലം വിദൂരമല്ല, അല്ല, അത് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്.